രണ്ട് വാചകങ്ങളിലൂടെയാണ് മമ്മൂക്ക ഒരുപക്ഷെ ഉപദേശമല്ല, ഒരുപക്ഷെ ഒരു സൂചകം മാത്രം പ്രദാനം ചെയ്തത്. നമുക്ക് എനിക്കൊരു ചോദ്യം, അതായത് മമ്മൂക്ക പത്തേമാരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ 980 മമ്മൂക്കയുടെ ഒരു ചിത്രമുണ്ട്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. എംഡിയുടെ തിരക്കഥയിലൂടെ കണ്ടവരുണ്ടോ? പിന്നെ ആ സിനിമയിലാണ് ആളുകൾക്ക് എന്നെ കണ്ടപ്പോൾ തിരിച്ചറിയുന്നത്. ഞാനാണെന്ന് മനസ്സിലായ സിനിമയാണ് ആദ്യം. 35 വർഷം മുമ്പ്. അപ്പൊ ഇവർക്ക് 35 വർഷം, 20 വർഷം, 20 വർഷം 980, 2015 20 വർഷം, 20 വർഷമല്ലേ? കണക്ക് ശരിയല്ലേ? 2 years. മൊത്തത്തിൽ നമുക്ക് 25 വയസ്സല്ലേ ഉള്ളൂ. അതാണ് മമ്മൂക്ക വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ നിന്ന് പത്തേമാരിയിലേക്കുള്ള ദൂരം എത്രയാണ്? രണ്ടും പ്രവാസ ജീവിതത്തിന്റെ ദുഃഖങ്ങളും അതിൻ്റെതായിട്ടുള്ള പല പ്രതലങ്ങളുമാണ് സിനിമയിൽ പരാമർശം. ഒരുപക്ഷെ നമുക്ക് ഒരു വാചകത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 വാചകത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിശുക്ക് കാണിക്കാതെ പറയുകയാണെങ്കിൽ എന്തായിരുന്നു ആ ദൂരം? പത്തേമാരിയിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ നിന്ന് പത്തേമാരിയിലേക്കുള്ള ദൂരം 35 വർഷമാണ്. 35 വർഷം. ഇപ്പൊ കണക്ക് ശരിയായിട്ടാ? ഞാനത് സമ്മതിച്ചു. അല്ല, ഇങ്ങനെയൊക്കെ കുറുക്കി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? 20 വർഷം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ പരിപാടി കംപ്ലീറ്റ് ആക്കണമെന്ന് ആരൊരു ആഗ്രഹമില്ല. നല്ലൊരു ദിവസമായിട്ട് വെറുതെ എന്തിനാ കുഴപ്പമാക്കുന്നത്? ഞാൻ എന്തെങ്കിലും പാട്ട് പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. റേഡിയോയിൽ കൂടെ എന്തും പാടുന്നതാണ് ആളുകൾ. അത് തന്നെ മതി. ഞാൻ റേഡിയോയിലൂടെ മമ്മൂക്കയുടെ പാട്ട് വയ്ക്കും, മമ്മൂക്ക അവിടെ പാട്ടിൽ അഭിനയിക്കും. അതുപോലെ തന്നെ മമ്മൂക്ക പറഞ്ഞോളൂ. അല്ല, ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ കോൺസെപ്റ്റ്. അതായത് ഇറ്റ്സ് the globe in the village. This is not a village in the globe. It's the globe in the village. ഞങ്ങള് കേരളത്തിൽ നിന്നാണ്. Irrespective of the caste, creed, faith, color, culture, good habits, everything, they all join together. Yeah. They all unite together in a village. See, this concept, if it happens in the whole world, the whole world will become a village. We all will become neighbors, we all will become friends, and we will all live together. This concept will bring love to the whole universe. That will become, there will be no enemies, there will be no war, there will be no fight, there will be no jealousy, nothing. We will all live together with love, freedom, and everything. So let's hope and pray for a global village. The whole world will become a single village. We are living together. So let's cherish this moment to pray and hope for a global culture, global community, global caste, global color, global dressing, global food, everything. Let's think globally. Thank you. ഈ മമ്മൂക്ക ഇംഗ്ലീഷ് പറഞ്ഞ കാര്യം നൈലയ്ക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. അതിലൊക്കെ അറിഞ്ഞൂടാ. മമ്മൂക്ക, ഞാൻ മമ്മൂക്കയായിട്ട് വരുന്ന സമയത്ത് മമ്മൂക്ക ഒരു വർഷം പിന്നിടുമ്പോൾ മമ്മൂക്കയുടെ മനസ്സിൽ വന്ന ഓർമ്മകളിൽ 2 വരികളിൽ അല്ലെങ്കിൽ ഏതാനും വരികളിൽ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് പഴയ കുഞ്ഞുണ്ണി കവിതകളിലെ ഏതാനും വരികൾ മമ്മൂക്ക ചെയ്യുന്നു. അത് കവിതയാണ്, പക്ഷെ അത് കുഞ്ഞിന്റെ ഭാഷ പറഞ്ഞൊരു കവിതയാണ്. ഏതായാലും ഒരു ഭാഷ നമ്മളിന്ന് വേർപിടിച്ച് പോകുമ്പോൾ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാകും. ആ വർഷത്തിന്റെ എല്ലാ എൻ്റെ കറ, നിന്റെ കറ, നാടിന്റെ കറ, വീടിന്റെ കറ, കറയായ കറയൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞേ പോകും. നമ്മുടെ കറയെന്ന് പറയുന്നത് നമ്മളിലുള്ള ഈ വിള, നമ്മളിൽ തന്നെയുള്ള നമ്മുടെ ശത്രു. ആ ശത്രുവിനെ ആട്ടി ഓടിക്കുക, ഒഴിഞ്ഞൊഴിഞ്ഞു പോവുക. നാളെ നമ്മുടെ മനസ്സിലുള്ള ഈ ദുഷ്ടശക്തി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോകട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ സാരം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ദിവസം നിങ്ങളത് ഓർമ്മിപ്പിക്കാൻ കൂടി എനിക്ക് തോന്നി. അതുകൊണ്ട് അതിന്റെ അർത്ഥം പറയാതെ 4 വരികളിൽ പെട്ടെന്ന്
സംക്ഷിപ്തമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകണം വരുന്നത്. അത് പറഞ്ഞു, അതാണ് ഒരു ചടലമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയെ മനസ്സിലാവും. ആ ഓക്കെ, നാട്ടുകാര എന്റെ അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. നാട്ടുകര, വീട്ടുകര, എന്റെ കര, നിന്റെ കര, കറയായ കരയെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞേ പോവും, ഒഴിഞ്ഞൊഴിഞ്ഞേ പോവും. ഓ, നമുക്ക് പാട്ടറിയില്ലെന്ന് ആരാ പറഞ്ഞത്? ഇത് പാട്ടിനേക്കാളും ഇത് പാട്ടൊന്നുമല്ല, ഇതൊരു പാട്ടാക്കാം നമുക്ക്. നമ്മള് ഒരുപക്ഷെ ഇനി കലാപരിപാടികൾ നടക്കാറുണ്ട്. ദുബായിലെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് 2016 ഒരു പുതുവത്സര ആശംസയും കൂടി നേർന്നുകൊണ്ട് നൈല നമുക്ക് പിൻവാങ്ങാം. നമുക്ക് ഒരു 2 വരി ആശംസ കൂടി അവർക്ക് നേർന്നുകൊണ്ട് നമുക്ക് പിൻവാങ്ങാം. അതെ, സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമ്പൽ സമൃദ്ധി സമൃദ്ധി സമാധാനവും ഒരു പുതിയ വർഷം കൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. New year is not to change your dates. It is to change your destinations. New year is not to change the calendar. It is to change the commitments. So, make the next year, the coming year, funful, rocking, and enchanting. Wish you all a wonderful, wonderful, wonderful New Year.